കുറേ കാലം മുന്നേ എനിക്ക് വന്നൊരു റിക്വസ്റ്റാണ്, ഒരു ഫ്ലവർ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. ഈ അടുത്തിടയ്ക്ക് മറ്റൊരു റിക്വസ്റ്റും കൂടെ കണ്ടു, ഒരു റോസ് ഫ്ലവർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു റോസ് ഫ്ലവർ തന്നെ ചെയ്തേക്കാം. അപ്പോൾ 2 റിക്വസ്റ്റും ഞാൻ അക്സെപ്റ്റ് ചെയ്തതുപോലെ ആവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക. കളർ പേപ്പർ ഇല്ലയെന്ന് വെച്ചാൽ വൈറ്റ് റോസ് തന്നെ ഉണ്ടാക്കാം. പേപ്പർ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. പിന്നെ ഞാൻ കാണിച്ചതുപോലെയൊക്കെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം ഈ രീതിയിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ രീതിയിൽ അതിൻ്റെ അറ്റം കൂടി ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പേപ്പർ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ സെയിം സൈസിൽ 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഫസ്റ്റ് ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഒരു പെറ്റൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് 2 സൈഡും തമ്മിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇന്നത്തെ നമ്മുടെ ഷോർട്സ് കുറച്ച് ലെങ്തിയാണ്. ഞാൻ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എന്നാലും എനിക്ക് തോന്നി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാവും. ഇതുപോലത്തെ പല പേപ്പർ ക്രാഫ്റ്റ് വീഡിയോസും ഞാൻ പല ചാനലിലും കണ്ടിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയും നേരം സംസാരിക്കുമായിരുന്നെങ്കിലും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എന്നാലും കാര്യങ്ങൾ കുറച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ കട്ട് ചെയ്തു, രണ്ടാമത്തെ ഫ്ലവറിൻ്റെ 2 പെറ്റൽ കട്ട് ചെയ്തു, മൂന്നാമത്തെ ഫ്ലവറിൻ്റെ 3 പെറ്റൽസ് കട്ട് ചെയ്തു, നാലാമത്തെ ഫ്ലവറിൻ്റെ 4 പെറ്റൽസ് കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്ത പെറ്റൽസ് ഒന്നും കളയരുത് കേട്ടോ. ആ ഒരു പെറ്റലും 2 പെറ്റലും 3 പെറ്റലും എല്ലാം നമ്മൾ മാറ്റി വെക്കണം. ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എല്ലാ പെറ്റൽസും പുറകോട്ടൊന്നിങ്ങനെ വളച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവറിൻ്റെ സ്റ്റെമ്മായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കോ കമ്പിയോ പേപ്പർ ചുറ്റിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ആ ഒരു സ്റ്റിക്കിലേക്ക് നമ്മൾ ആദ്യമേ മുറിച്ച് മാറ്റിയ ആ ഒരു സിംഗിൾ പെറ്റലില്ലേ, അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി 2 പെറ്റൽസ് ആയിട്ടിരിക്കുന്നതും 3 പെറ്റൽസ് ആയിട്ടിരിക്കുന്നതും 4 പെറ്റൽസ് ആയിട്ടിരിക്കുന്നതും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പെറ്റൽസ് ഇല്ലേ, അതിൽ ഏറ്റവും ചെറുതെടുക്കുക, അകത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുക, ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സും അതിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ചുറ്റും കുറച്ച് ലീവ്സും കൂടെ വേണം. അതിനുവേണ്ടി ഒരു ഗ്രീൻ പേപ്പർ എടുക്കുക. മീൻ വൈൽ ഇത് ഗ്രീൻ ആണ്. കാണുമ്പോൾ ചെറിയൊരു ബ്ലൂ ടിൻ്റൊക്കെ തോന്നും, പക്ഷേ ശരിക്കും ഇത് ഗ്രീൻ ആണ്. ഇനി ആ പേപ്പർ നമ്മൾ ഫ്ലവർ കട്ട് ചെയ്യാൻ മടക്കിയതുപോലെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് പെറ്റൽസിൻ്റെ ഷേപ്പിലല്ലാതെ ലീഫിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് മറ്റേ അറ്റത്ത് ഹോളിന് വേണ്ടി ഒരു കട്ടിങ്ങും കൂടി ഇടാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഈ ഒരു ലീഫും കൂടെ ഫ്ലവറിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.